Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds. Celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രോഗബാധ തടയാൻ നടപടിയെടുക്കേണ്ട ആതുരാലയ പരിസരത്ത് രോഗഭീതി പരത്തി മാലിന്യ കൂമ്പാരം. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരമാണ് മാലിന്യ കേന്ദ്രമായത്. രോഗഭീതിയിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. കനത്ത മഴയിൽ വീട് തകർന്നു. മടക്കര 6-ാം വാർഡിൽ ഡാമിന് സമീപത്തെ നിരിച്ചൻ സുലോചനയുടെ ഓടുമേഞ്ഞ വീടാണ് പൂർണ്ണമായും തകർന്നത്. പെരുവഴിയിലായി ഇതോടെ നിർധന കുടുംബം. കണ്ണൂർ കൊട്ടിയൂരിൽ ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ രക്ഷപ്പെടുത്തി. ശനിയാഴ്ച ഉച്ചയ്ക്കാണ് കുളിക്കുന്നതിനിടെ കുട്ടി അപകടത്തിൽപ്പെട്ടത്. അച്ഛന്റെ കൂടെ കുളിക്കാനിറങ്ങിയ കുട്ടിയെ രക്ഷപ്പെടുത്തിയത് പിലാത്തറ സ്വദേശികളായ യുവാക്കൾ. തൃക്കരിപ്പൂരിലെ കലാസാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായ കക്കുന്നം പത്മനാഭൻ പണിക്കർക്ക് ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരം. കലാസാംസ്കാരിക ആധ്യാത്മീയ രംഗങ്ങളിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ദേശീയ അംഗീകാരം ലഭിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. രോഗബാധ തടയാൻ നടപടിയെടുക്കേണ്ട ആതുരാലയ പരിസരത്ത് രോഗഭീതി പരത്തി മാലിന്യ കൂമ്പാരം. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരമാണ് മാലിന്യ കേന്ദ്രമായത്. നഴ്സിംഗ് കോളേജിന് സമീപത്താണ് ശേഖരിച്ച മാലിന്യം സൂക്ഷിക്കുന്ന കെട്ടിടം നിറഞ്ഞ് പുറത്തേക്ക് തള്ളിയിരിക്കുന്നത്. ആശുപത്രി മാലിന്യങ്ങൾക്ക് പുറമെ ഉപയോഗശേഷം വലിച്ചെറിഞ്ഞ വസ്ത്രങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തള്ളിയവയിലുണ്ട്. ഇതിനു പുറമെ കേടായ ട്യൂബുകളും ഇവിടെ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ നിലയിലാണ്. ഇവ സൂക്ഷിച്ച കെട്ടിടം നിറഞ്ഞ് പുറത്ത് വരാന്തയിൽ വരെ വലിയ പ്ലാസ്റ്റിക് സഞ്ചികളിൽ മാലിന്യങ്ങൾ കെട്ടിവച്ചിരിക്കുകയാണ്. കെട്ടിടത്തിന് പുറത്തുള്ള മാലിന്യങ്ങൾ മഴയിൽ കുതിർന്നിരിക്കുകയാണ്. ഇതിൽ കൊതുക് മുട്ടയിട്ട് പെരുകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് പകർച്ചവ്യാധി ഭീതിയുണ്ടാകുന്നത്. ജനങ്ങളുടെ ശുചിത്വവും ആരോഗ്യവും സംരക്ഷിക്കേണ്ട ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടാകുന്നത് ഏറെ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാൻ വിവിധ ഏജൻസികൾ ഉള്ളപ്പോൾ ഇങ്ങനെ കൂട്ടിയിടുന്നത് എന്തിനെന്ന ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇവ പുറത്ത് കൈമാറുന്നില്ലെങ്കിൽ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ നടപടി ഉണ്ടാകണം. ഇവയൊന്നുമില്ലാതെ മാലിന്യങ്ങൾ സഞ്ചികളിലാക്കി ഉപേക്ഷിക്കുന്നത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. ചെറിയ മാലിന്യം വലിച്ചെറിഞ്ഞാൽ പോലും വലിയ പിഴ ചുമത്തുന്ന ഗ്രാമപഞ്ചായത്ത് അധികൃതർ സർക്കാർ സ്പോൺസേഡ് മാലിന്യ നിക്ഷേപം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ജനം കുറ്റപ്പെടുത്തുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കനത്ത മഴയിൽ വീട് തകർന്നു. മടക്കര 6-ാം വാർഡിൽ ഡാമിന് സമീപത്തെ നിരിച്ചൻ സുലോചനയുടെ ഓടുമേഞ്ഞ വീടാണ് പൂർണ്ണമായും തകർന്നത്. ഇതോടെ നിർധന കുടുംബം പെരുവഴിയിലായി. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഇവരുടെ വീട് നിലംപൊത്തിയത്. ഏറെ ദയനീയമായ അവസ്ഥയിലായിരുന്നു ഈ കുടുംബം ഇവിടെ കഴിഞ്ഞിരുന്നത്. യാതൊരു സുരക്ഷിതത്വവുമില്ലാത്തതായിരുന്നു വീട്. അപകട സമയം സുലോചനയും മക്കളായ ജ്യോത്സ്ന, രേഷ്മ, ജിതേഷ് എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത്. ഓട് തലയിൽ വീണ് ജിതേഷിന് പരിക്കേറ്റു. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന 2 പെൺമക്കളും 1 മകനും ഉൾപ്പെടുന്ന കുടുംബം ഇതോടെ പെരുവഴിയിലായി. വീട് പൂർണ്ണമായും തകർന്നടിഞ്ഞതിനാൽ താമസിക്കാൻ പറ്റാത്തതിനാലാണ് സ്വന്തം ചെലവിൽ ഇവർ മറ്റൊരു മകളോടൊപ്പം വാടക വീട്ടിലേക്ക് മാറിയത്. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുടുംബം കിടപ്പാടമില്ലാതെ പെരുവഴിയിലായിട്ടും ഇവർക്ക് താമസ സൗകര്യമൊരുക്കാൻ അധികൃതർ തയ്യാറായില്ലെന്ന ആക്ഷേപം ശക്തമാണ്. മറ്റൊരു സ്ഥലത്ത് അവർക്ക് വീട് വെച്ച് നൽകാൻ പോലും പഞ്ചായത്തും മറ്റധികാരികളോ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തില് ദുരിതം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ പോയത്. അതിപ്പം തന്നെ ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ പോലും അവർക്ക് സന്നദ്ധ കാണിച്ചില്ല. അവരിപ്പം മകൾ താമസിക്കുന്ന ഒരു ചെറിയ വാടക റൂമിലേക്കാണ് അവരിപ്പം മാറ്റിപ്പാർപ്പിച്ചത്. ഈ 4 പേരും അവിടെയായിപ്പോൾ താമസിക്കുന്നത്. നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാത്ത നിർധന കുടുംബത്തിന്റെ വീട് പുനർനിർമ്മിക്കാൻ അടിയന്തര നടപടി വേണം. ഈ കുടുംബത്തിന് കിടപ്പാടമൊരുക്കാൻ സുമനസ്സുകൾ കനിയുമെന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
കണ്ണൂർ കൊട്ടിയൂരിൽ ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ രക്ഷപ്പെടുത്തി. ശനിയാഴ്ച ഉച്ചയ്ക്കാണ് കുളിക്കുന്നതിനിടെ കുട്ടി അപകടത്തിൽപ്പെട്ടത്. അച്ഛന്റെ കൂടെ കുളിക്കാനിറങ്ങിയതാണ് കുട്ടി. പിലാത്തറ സ്വദേശികളായ യുവാക്കളാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. കൊട്ടിയൂരിൽ ഉത്സവത്തിനെത്തിയ കുട്ടി ഒഴുക്കിൽപ്പെട്ടു. അപകടത്തിൽപ്പെട്ട കുട്ടിയെ യുവാക്കൾ രക്ഷപ്പെടുത്തി. ബാവലിപ്പുഴയിൽ അച്ഛനോടൊപ്പം കുളിക്കുന്നതിനിടെയാണ് പെൺകുട്ടി ഒഴുക്കിൽപ്പെട്ടത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. കുട്ടിയുടെ നിലവിളി കേട്ട് വാഹന പാർക്കിങ്ങിലുണ്ടായിരുന്ന പിലാത്തറ സ്വദേശികളായ PV സന്ദീപ്, ഡ്രൈവർ രാജേഷ്, PV രഗിൽ, ശ്രീരാഗ്, ശ്രീഷൻ എന്നീ യുവാക്കളാണ് പുഴയിലേക്ക് ചാടി അത്ഭുതകരമായി കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. സംഭവിച്ചത് ഞാനിപ്പം അക്കരെ കൊട്ടിയിൽ നടന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കുട്ടിയും ഒരു അച്ഛനും ഇക്കരന്ന് ആ ഓഴ്സ് വഴി പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. വരുമ്പോൾ അച്ഛനെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. രണ്ടാമതാണ് കുട്ടിയെ ഞാൻ കണ്ടത്. കുട്ടിയെ കാണുമ്പോൾ കുട്ടി തിരിച്ച് നല്ല ദൂരം പോയി കഴിഞ്ഞു. അങ്ങനെ ഞാൻ ചാടിയത്. ചാടുമ്പോൾ എൻ്റെ കൂടെ ഇയാളും ഉണ്ടായിരുന്നു, നമ്മളെ ഡ്രൈവറായിരുന്നു. ചാടി ഞാൻ തിരിച്ച് നേരെ പോയി കുട്ടിയെ പിടിച്ച് രക്ഷപ്പെടുത്തുമ്പോൾ കുട്ടി പറഞ്ഞു എന്നോട് എൻ്റെ അച്ഛൻ്റെ കൂടെ അച്ഛൻ പിടിച്ചു. ഞാൻ അച്ഛനപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞു കുട്ടിയോട്. ആ കുട്ടി അങ്ങനെ ഇങ്ങനെ ഒരു പ്രസ്സിങ്ങിൽ തന്നെ ഛർദ്ദിച്ചായിരുന്നു. കുട്ടി നല്ലോണം വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 1/2 കിലോമീറ്റർ ദൂരം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടിയെ രക്ഷപ്പെടുത്തി. അന്നേരം ഇവരെ കൂടെ ചാടിക്കൊണ്ട് ഞാൻ അവിടെ നിൽക്ക് നല്ല വന്നാൽ മതി. നല്ല ഒഴുക്കുണ്ട്, അടിവഴുക്ക് നല്ല ഒഴുക്കുണ്ടായിരുന്നു. നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നില്ല. പിന്നെ കുറേ കല്ലുകളും പാറകളും ഉണ്ടായിരുന്നു. ആ കാര്യത്തിൽ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ടാണ് കുട്ടിയെ പിടിച്ചത്. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോകുന്നതിനായി ബാവലിപ്പുഴയിൽ കുളിക്കുന്നതിനിടെയാണ് കുട്ടി ഒഴുക്കിൽപ്പെട്ടത്. ഞെട്ടിപ്പിക്കുന്ന വിധത്തിലുള്ള ഒഴുക്കാണ് പുഴയിലുണ്ടായിരുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും കുട്ടി എങ്ങനെയോ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ജൂൺ 14 ലോക രക്തദാന ദിനത്തിൽ തൃക്കരിപ്പൂരിലെ ഒരു കുടുംബത്തെ പരിചയപ്പെടാം. തൃക്കരിപ്പൂർ കൊയോങ്കരയിലെ നിരീടിൽ മനോജ് കുമാറും ഭാര്യ M നിഷയും മക്കളായ രാഹുലും രോഹിത്തും രക്തദാനത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. മുടങ്ങാതെ എല്ലാ 3 മാസം കൂടുമ്പോഴും ഇവർ രക്തദാന ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തെത്തി രക്തം നൽകും. 18ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് 53 വയസ്സ് പിന്നിട്ട N മനോജ് കുമാറിന്റെ രക്തദാനം. കൃത്യമായി 3 മാസത്തെ ഇടവേളകളിൽ ഇത് നടക്കുന്നു. ഭാര്യ M നിഷയും ഭർത്താവിന്റെ ജീവൻ രക്ഷാ ഉദ്യമത്തിൽ പങ്കാളിയാകാൻ അധികം താമസമുണ്ടായില്ല. നിഷ ഇതുവരെ 6 തവണ രക്തം നൽകി. മക്കളായ രാഹുലും രോഹിത്തും പിതാവിന്റെ പാത പിന്തുടരുന്നവരാണ്. 15ഉം 13ഉം തവണ ഇതിനകം ഇവർ രക്തദാനം നടത്തി. രക്തഗ്രൂപ്പിന്റെ കാര്യത്തിലും ഈ കുടുംബം ഒറ്റക്കെട്ട് തന്നെ. A നെഗറ്റീവ് എന്ന അപൂർവ രക്തഗ്രൂപ്പിന്റെ ഉടമകളാണ് ഇവരെന്ന പ്രത്യേകതയുമുണ്ട്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് മനോജും നിഷയും ചേർന്ന് നടത്തുന്ന രാരോ ചായക്കട. 2 മക്കളുടെ പേരിലെ ആദ്യാക്ഷരം കൊണ്ടാണ് ചായക്കടയ്ക്ക് പേരിട്ടത്. അപകടങ്ങളിൽപ്പെട്ടവർക്കും പ്രസവവുമായി ബന്ധപ്പെട്ട അത്യാവശ്യ ഘട്ടങ്ങളിലും മനോജ് ഓടിച്ചെല്ലാത്ത ആശുപത്രികൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇല്ലെന്നു തന്നെ പറയാം. ഏകദേശം 114 തവണ രക്തദാനം നിർവഹിച്ചു കഴിഞ്ഞു. ഭാര്യ നിഷ ഏകദേശം 6 പ്രാവശ്യം രക്തദാനം കൊടുത്തിരുന്നു. പിന്നെ മൂത്ത മകൻ രാഹുൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ വർക്ക് ചെയ്യുന്നു. ഓനിപ്പം 15 തവണ രക്തദാനം. അതുപോലെ ഇളയ മകൻ TTC ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നത്. ഓനിപ്പോൾ 13 തവണ രക്തദാനം നിർവഹിച്ചു കഴിഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മംഗളൂരുവിലെ ആശുപത്രികളിലും ജീവൻ രക്ഷയുമായി പലപ്പോഴും മനോജും കുടുംബവും ഓടിയെത്തിയിട്ടുണ്ട്. ബ്ലഡ് ഡൊണേഴ്സ് കേരള നടത്തുന്ന രക്തദാന ക്യാമ്പുകളിലാണ് കൃത്യമായ ഇടവേളകളിൽ രക്തദാനം നടത്തുന്നത്. മറ്റ് ഗ്രൂപ്പ് രക്തം ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടാലും മനോജ് ആളുകളെ തേടിപ്പിടിച്ച് എത്തിക്കുന്നുമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് രക്തം നൽകിയ ഒരു വീട്ടമ്മയുടെ കൊച്ചുമകന് അടുത്തിടെ രക്തം നൽകാൻ സാധിച്ചത് മറക്കാൻ പറ്റാത്ത അനുഭവമായി മനോജ് ഓർത്തെടുക്കുന്നു. ബംഗളൂരു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിലാണ് മൂത്ത മകൻ രാഹുൽ ജോലി ചെയ്യുന്നത്. രണ്ടാമത്തെ മകൻ രോഹിത് അധ്യാപക പരിശീലനം പൂർത്തിയാക്കി ജോലിക്കുള്ള കാത്തിരിപ്പിലാണ്. ബ്ലഡ് ഡൊണേഴ്സ് കേരള എന്ന രക്തദാന സംഘടനയുടെ മികച്ച സംഘാടകനാണ് നീരിടിൽ മനോജ് കുമാർ. BDK കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുമ്പോൾ ഭാര്യ നിഷ കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ഹെയർ ഡൊണേഷൻ വിഭാഗത്തിലെ തന്നെ ജില്ലാ കോർഡിനേറ്ററുമാണ്. മക്കൾ 2 പേരും ബ്ലഡ് ഡൊണേഴ്സ് കേരളയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും. തിങ്കളാഴ്ച പടന്ന ഓരിമുക്കിൽ കാഞ്ഞങ്ങാട് ജില്ലാ ബ്ലഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ക്യാമ്പിൽ മനോജിന്റെ ഭാര്യ നിഷയും മകൻ രോഹിത്തും രക്തം നൽകും. വീട്ടിൽ മരം മുറിക്കുന്നതിനിടെ അപകടം പറ്റി ചികിത്സയിലായതിനാൽ അടുത്ത ക്യാമ്പിലെ മനോജിന് രക്തം ദാനം ചെയ്യാൻ കഴിയൂ എന്ന സങ്കടമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
തൃക്കരിപ്പൂരിലെ കലാ സാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായ കക്കുന്നം പത്മനാഭൻ പണിക്കർക്ക് ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരം. കലാ സാംസ്കാരിക ആധ്യാത്മിക രംഗങ്ങളിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ദേശീയ അംഗീകാരം ലഭിച്ചത്. 4.5 പതിറ്റാണ്ട് കാലം വ്യത്യസ്ത മേഖലയിൽ പ്രതിഭ തെളിയിച്ച കക്കുന്നം പത്മനാഭന് അർഹതയ്ക്കുള്ള അംഗീകാരമാണ് തേടിയെത്തിയത്. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ഗുൽസാരിലാൽ നന്ദയും നേതൃത്വം വഹിച്ച ഡൽഹി ആസ്ഥാനമായുള്ള ഭാരത് സേവക് സമാജിന്റെ പുരസ്കാരം തിരുവനന്തപുരത്ത് കവടിയാർ ഭാരത് സേവക് സമാജ് ഭവനിൽ നടന്ന ചടങ്ങിൽ ദേശീയ ചെയർമാൻ BS ബാലചന്ദ്രനിൽ നിന്നും ഏറ്റുവാങ്ങി. 1980 മുതൽ കഥാപ്രസംഗ രംഗങ്ങളിലൂടെ കലാരംഗത്ത് പ്രവേശിച്ച പത്മനാഭൻ 12-ൽ പരം കഥകളുമായി 1995 വരെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒട്ടുമിക്ക വേദികളിലും കഥ പറഞ്ഞിട്ടുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിൽ യുവവാണി ഗായകർക്കായി 25-ൽ പരം ലളിതഗാനങ്ങൾ എഴുതി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നാടകത്തിന്റെ പിന്നണിയിലും ഭക്തിഗാനമേളകളിലും പുല്ലാങ്കുഴൽ വായിച്ചിട്ടുമുണ്ട്. 2023-ൽ നീലേശ്വരം പുളിയക്കാട്ട് പുതിയ സ്ഥാനം വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് പട്ടും വളയും അണിയിച്ച് പണിക്കർ പദവി ലഭിച്ചിരുന്നു. ലൈൻമാനായി ജോലിയിൽ പ്രവേശിച്ച പത്മനാഭൻ 2018-ൽ ഓവർസിയറായാണ് വിരമിച്ചത്. അപ്പോൾ അതിൽ ഏറ്റവും അതിയായ ഒരു സന്തോഷം ഞാനിവിടെ അറിയിക്കുകയാണ്. പ്രധാനമായും മഹാകവി കുട്ടമത്തിൻ്റെ മൂകാംബിക കടാക്ഷമാല എന്ന അക്ഷരമാലാക്രമത്തിലുള്ള ആ 41 പദ്യം ഞാൻ 2-3 വർഷം മുമ്പേ അത് ഓഡിയോ രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അതൊരു പ്രധാന വഴിത്തിരിവായിരുന്നു ഇങ്ങനെയുള്ള അംഗീകാരങ്ങൾ തേടിയെത്തുന്നതിൽ. സർവീസിലിരിക്കെ 2014-ലാണ് ആദ്യമായി പൂരക്കളി മറത്തുകളി രംഗത്ത് പ്രവേശിച്ചത്. ഭാര്യ മടത്തും പടിക്കൽ തമ്പായി. ഏകമകൻ ശ്രീലാലും അച്ഛന്റെ പാതയിൽ സംഗീതരംഗത്ത് സജീവമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. എരിപുരത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ല. മഴ നനഞ്ഞ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ. തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകേണ്ട യാത്രക്കാരാണ് കടവരാന്തയിൽ ബസ് കാത്തിരിക്കുന്നത്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം മരം വീണ് തകർന്നതോടെയാണ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാതായത്. എരിപുരം കവലയിൽ ഏഴോം തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിലാണ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തത്. ഈ മഴക്കാലത്തും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നനയേണ്ട അവസ്ഥയാണ്. നിരവധി യാത്രക്കാരാണ് ഇതുമൂലം ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. മാടായി ഗവൺമെന്റ് ബോയ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, മാടായി കോളേജ്, വാദിഹുദ തുടങ്ങിയ വിദ്യാർത്ഥികൾ മാടായിക്കാവ്, പഴയങ്ങാടി താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിലേക്കെത്തുന്ന യാത്രക്കാരുമാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തതിനാൽ ദുരിതത്തിലായിരിക്കുന്നത്. കനത്ത മഴയിൽ നനഞ്ഞ് ബസ്സിലിരിക്കേണ്ട അവസ്ഥയാണ് യാത്രക്കാർക്ക്. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ ഈ ദുരിതം അനുഭവിക്കേണ്ട അവസ്ഥയാണ്. മുൻപ് ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നെങ്കിലും റോഡ് വികസനത്തിന്റെ ഭാഗമായി ഇത് പൊളിച്ചുമാറ്റി. പിന്നീട് നാട്ടുകാർ ഇടപെട്ട് നിർമ്മിച്ച ഷെൽട്ടർ കനത്ത മഴയിൽ മരം കടപുഴകി വീണ് തകർന്നിരുന്നു. തുടർന്ന് ഷെൽട്ടർ പൂർണ്ണമായും പൊളിച്ചു നീക്കുകയായിരുന്നു. പുതിയത് നിർമ്മിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിന്റെ ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ചാല് നമ്മളെ കുട്ടികള് 2-3 ഹൈസ്കൂളുള്ള പ്രദേശമാണ്. അപ്പൊ പ്രത്യേകിച്ച് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിന്റെ അനിവാര്യതയുണ്ട്. എന്തായാലും കുട്ടികളെല്ലാം ഈ പ്രത്യേകിച്ച് മഴയുള്ള സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ എന്താ പറയേണ്ട ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിലവിൽ സമീപത്തെ കെട്ടിടത്തിലേക്ക് കയറി നിൽക്കുകയാണ് ചെയ്യാറ്. മഴയിൽ കുട്ടികൾ ടൈൽസിൽ നിന്നും വഴുക്കി വീഴാനുള്ള സാധ്യതയും ഏറെയാണെന്ന് യാത്രക്കാർ പറയുന്നു. അധികൃതർ ഇടപെട്ട് ആധുനിക സൗകര്യത്തോടെയുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരുക്കി തരണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആധുനിക സൗകര്യത്തോടെയുള്ള ലാബ് പ്രവർത്തനം തുടങ്ങി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉടുമ്പന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഹെൽത്ത് ഗ്രാന്റായി ലഭിച്ച 12 ലക്ഷം രൂപ ചെലവിട്ട് നിലവിലുള്ള ലാബിൽ ആധുനിക സൗകര്യമൊരുക്കിയാണ് പ്രവർത്തനം ആരംഭിച്ചത്. ആധുനിക ലാബിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഹദ് ബിൻ ഉസ്മാൻ, ജനപ്രതിനിധികളായ KV കാർത്തിയായനി, ഫായിസ് ബീരിച്ചേരി, M അബ്ദുൾ ഷുക്കൂർ, MK ഹാജി, KV രാധ, ആശുപത്രി വികസന സമിതി അംഗം AG ബഷീർ, DLO K സതീശൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ദേശീയ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC പയ്യന്നൂർ ഡിവിഷൻ ജനറൽ ബോഡി യോഗവും SSLC+2 വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നടന്നു. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന പരിപാടി പയ്യന്നൂർ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ മഞ്ജു ആർ നാഥ് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC പയ്യന്നൂർ ഡിവിഷൻ യൂണിയൻ അംഗങ്ങളുടെ മക്കളിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയികളായവരെ അനുമോദിച്ചു.
INTUC സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ N. ഗംഗാധരൻ, P.K. സുരേഷ്, കേരള മോട്ടോർ തൊഴിലാളി സ്റ്റേറ്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത KV മോഹനൻ എന്നിവരെയും അനുമോദിച്ചു. പയ്യന്നൂർ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും NSS പ്രോഗ്രാം ഓഫീസറുമായ മഞ്ജു ആർ നാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ ആകെ അവർ 5-6 മണിക്കൂറേ ഉള്ളൂ കോളേജുകളിലായാലും സ്കൂളുകളിലായാലും. ബാക്കിയൊക്കെ സമയം അവർ നിങ്ങളോട് കൂടിയാണുള്ളത്. കാരണം ഇന്നത്തെ സാഹചര്യം അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം ഊന്നി പറയുന്നത്. നമ്മളെ കുട്ടികൾ ഏത് വഴിക്ക് പോകുന്നു എന്നുള്ളത് മോണിറ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നത് ആയിരിക്കണം അവരുടെ വഴികൾ എന്നുള്ളത് തീർത്തും നിങ്ങൾ കാര്യക്ഷമമായി നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി ഇന്നിവിടെ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അവരെ അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. P. രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയരാജ്, AP നാരായണൻ, CK വിനോദ്, A. രൂപേഷ്, ശശിധരൻ M, KV പ്രമോദ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ കയ്യൊപ്പ് ക്യാമ്പയിൻ നടത്തി. SPC കണ്ണൂർ റൂറൽ ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ K. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ കയ്യൊപ്പ് ക്യാമ്പയിൻ SPC കണ്ണൂർ റൂറൽ ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ K. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ ഭരണകർത്താക്കൾ SPCയെ ലഹരിക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങുന്നതിന് വേണ്ടി അതിനുള്ള നേതൃത്വം വഹിക്കുന്നതിനുള്ള അംബാസഡർമാരാക്കി കഴിഞ്ഞ സ്റ്റേറ്റ് ക്യാമ്പിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു സന്ദർഭം കൂടിയാണ് ഇത്. ഈ ഒരു അധ്യയന വർഷം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പ്രതിരോധം സാമൂഹ്യപരമായ ഇടപെടലുകളിലൂടെ നമ്മുടെ സമൂഹത്തിലെ മറ്റ് വിവിധ തലത്തിലുള്ള ആളുകളെ കൂടി. PTA പ്രസിഡന്റ് PV രാജേഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ലിൻഡാമ ജോൺ, CM ജയദേവൻ, ലതീഷ് പുതിയടത്ത്, KV ചിത്രലേഖ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. നോക്കെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന നെൽവയലുകൾ ഒരിക്കൽ നമ്മുടെ സംസ്കാരത്തിന്റെ അടയാളമായിരുന്നു. കാലം മാറിയിരിക്കുന്നു. ഇന്ന് മിക്ക പാടങ്ങളും മുണ്ടകൻ കൃഷിയിൽ പരിമിതപ്പെട്ടു പോയിരിക്കുന്നു. നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽവയലുകൾ ഒരിക്കൽ നമ്മുടെ സംസ്കാരത്തിന്റെ അടയാളമായിരുന്നു. ഞാറുനടിയിലും കൊയ്ത്തും മേളവും കൊണ്ട് മുഖരിതമായിരുന്നു പാടങ്ങൾ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന അരി നോക്കിയിരിക്കേണ്ട അവസ്ഥ അന്ന് നമുക്കുണ്ടായിരുന്നില്ല. കാലം മാറിയിരിക്കുന്നു. ഇന്ന് മിക്ക പാടങ്ങളും മുണ്ടകൻ കൃഷിയിൽ പരിമിതപ്പെട്ടു പോയിരിക്കുന്നു. അതാകട്ടെ പലപ്പോഴും വൈക്കോലിന് വേണ്ടിയാണ് താനും. 3 വിളയുണ്ടായ കണ്ടങ്ങളെല്ലാം ഇപ്പോൾ ഒറ്റ വിളയായി ചുരുങ്ങി. അത് മുണ്ടോൻ കൃഷി. അതിൻ്റെ പുല്ലുകൾ കാര്യമായിട്ട് കാരി കിട്ടും. എന്നാൽ അപൂർവമായിട്ടേ നെല്ല് കിട്ടുള്ളൂ. അത് വന്നിപ്പം കാലാവസ്ഥാ വ്യതിയാനം മറ്റും കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട് അതും നെല്ലും കിട്ടുന്നത് കുറഞ്ഞു വന്നു. അപ്പം നാളെ നമ്മുടെ മനുഷ്യരെങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ആ സംശയമാണ് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ എനിക്കുള്ളത്. മിക്ക പാടങ്ങളും വെറുതെ കിടക്കുന്ന അവസ്ഥയാണ് കാണുവാനുള്ളത്. പരമ്പരാഗതമായി കൃഷി ചെയ്യുന്നവരും ചില ബാങ്കുകളുടെ നേതൃത്വത്തിലുമൊക്കെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൃഷി നടക്കുന്നുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനവും നനച്ചിരിക്കാതെ എത്തുന്ന രോഗബാധയും ഈ രംഗം നേരിടുന്ന കടുത്ത വെല്ലുവിളിയാണ്. തൊഴിലാളി ക്ഷാമവും എടുത്തു പറയേണ്ട ഒന്നാണ്. ഏതായാലും നെൽകൃഷി പതിയെ നമ്മിൽ നിന്ന് പടിയിറങ്ങിപ്പോവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അന്നൂർ യൂണിറ്റ് ലഹരി വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചു. അന്നൂർ APSC ഹാളിൽ നടന്ന പരിപാടിയിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ജൂന TV ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അന്നൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്നൂർ പീപ്പിൾസ് ഹാളിൽ നടന്ന ലഹരി വിരുദ്ധ സംഗമം KSSPU കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം A. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എപ്പോഴും മടിപിടിച്ചൊരു സ്വഭാവത്തെ തന്റെ വീട്ടിലും സമൂഹത്തിൽ നിന്നും ഉൾവലിയുന്ന ഒരു ശ്രദ്ധ
സ്വഭാവമുള്ള എന്ന രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ കുട്ടികൾ. അവരുടെ മനസ്സ്, അവരുടെ നടത്തം, അവരുടെ മറ്റ് ചേഷ്ടകളൊക്കെ കണ്ടുപിടിക്കാനും അത് വീക്ഷിക്കാനും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിമാരും ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ശ്രദ്ധ നമുക്ക് അവരുടെ മേലിൽ വെക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്കും ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസുകൾ പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു VM രാജീവൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ എക്സൈസ് റേഞ്ച് ഓഫീസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ജൂന TV ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. റിട്ടയർഡ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗീത KA ആരോഗ്യ ക്ലാസ് കൈകാര്യം ചെയ്തു. M വിജയൻ, NV കുഞ്ഞിരാമൻ, KK രാജലക്ഷ്മി, PV ലക്ഷ്മണൻ നായർ, T പത്മാവതി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വെള്ളൂർ ബാങ്കിന് സമീപത്തെ സർവീസ് റോഡ് കുണ്ടും കുഴിയുമായി വെള്ളം നിറഞ്ഞ് യാത്ര ദുഷ്കരമാകുന്നു. കുട്ടികളടക്കം നിരവധി പേർ കടന്നുപോകുന്ന ഈ റോഡ് എത്രയും വേഗം ഉപയോഗയോഗ്യമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. വെള്ളൂർ ബാങ്കിന് സമീപത്തെ സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാകാതെ കിടക്കുന്നത് ദുരിതം വിതയ്ക്കുന്നു. ഒരു മഴ കനത്തു പെയ്താൽ ഇവിടെ വെള്ളം നിറയും. റോഡാണെങ്കിൽ നിറയെ കുഴികൾ നിറഞ്ഞതാണ്. സാഹസികമായി വേണം കടന്നുപോകാൻ. ഇരുചക്ര വാഹന യാത്രക്കാരെയാണ് ഇത് ഏറെ ബാധിക്കുന്നത്. കാൽനട യാത്രക്കാരാണെങ്കിൽ ഈ ചളിയിൽ ചവിട്ടി വേണം അപ്പുറമെത്താൻ. തൊട്ടടുത്താണ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ കുട്ടികൾ ഇവിടെയുള്ള അടിപ്പാത വഴിയാണ് സഞ്ചരിക്കുന്നത്. സൈക്കിളിലും നടന്നും പോകുന്നവർ ഏറെയാണ്. അധികൃതരുടെ ശ്രദ്ധ എത്രയും വേഗം ഇവിടേക്ക് തിരിയണമെന്നും ഈ ഭാഗത്തെ യാത്ര സുഗമമാക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കണ്ണൂർ ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയൻ പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ ട്രേഡ് യൂണിയൻ സെന്ററിൽ ചേർന്നു. ഖാദി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി C കൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ട്രേഡ് യൂണിയൻ സെന്ററിൽ ചേർന്ന കണ്ണൂർ ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയൻ പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ ഖാദി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KV ശാന്ത അധ്യക്ഷത വഹിച്ചു. CV ദിലീപ്, KU രാധാകൃഷ്ണൻ, K പത്മിനി, KV ബിന്ദു, CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജൂലൈ 9 നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിൽ പങ്കെടുത്ത് വിജയിപ്പിക്കുവാൻ കണ്ണൂർ ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയൻ പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ അഭ്യർത്ഥിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പിലാത്തറ റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന മാവ് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. പിലാത്തറ പഴയങ്ങാടി റോഡിൽ പെരിയാട്ട് ബസ് സ്റ്റോപ്പിന് സമീപത്തുള്ള മാവ് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും അപകടമുണ്ടാക്കുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. പിലാത്തറ പഴയങ്ങാടി റോഡരികിൽ പെരിയാട്ട് ബസ് സ്റ്റോപ്പിന് സമീപത്തായി റോഡരികിലാണ് കൂറ്റൻ മാവ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അപകട ഭീഷണി ഉയർത്തുന്നുവെന്നാണ് പ്രദേശവാസികളുടെ പരാതി. മാവിന്റെ ശിഖരങ്ങൾ താഴ്ന്നതിനാൽ ബസ്, ലോറി തുടങ്ങിയ വാഹനങ്ങൾ ഇതിലുരസിയാണ് കടന്നു പോകുന്നത്. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രധാന റോഡരികിലാണ് മാവ് സ്ഥിതി ചെയ്യുന്നത്. സമീപത്ത് വ്യാപാര സ്ഥാപനങ്ങളുമുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ കാൽനടയായും കടന്നു പോകുന്ന റോഡ് കൂടിയാണിത്. മരം വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയായി മാറിയെന്ന് നാട്ടുകാർ പറയുന്നു. വളരെയേറെ അപകടമാണ്. ഏത് സമയത്തും വാഹനങ്ങളും ബസ്സും എല്ലാം പോകുന്നതുകൊണ്ട് ഇത് മുറിച്ചു മാറ്റണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് ഞങ്ങൾ അദാലത്തിലെല്ലാം കൊടുത്തു നിർവഹിക്കുന്നത്. പഞ്ചായത്തിനൊരു മറുപടി വന്നത് പിന്നെ ഞങ്ങൾ അവരെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. PWDൻ്റെ എന്നിട്ട് അവർ വന്നിട്ട് ഇതുവരെയൊക്കെ വന്നിട്ട് അവർ നോക്കിയിട്ട് പോയതല്ലാതെ യാതൊരു നടപടിയും ഇതിൻ്റെ മേലെ കാണുന്നില്ല. ബന്ധപ്പെട്ട അധികൃതർ ഭീഷണിയായി മാറിയ ഈ മാവ് എത്രയും പെട്ടെന്ന് തന്നെ മുറിച്ചു മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ ഭഗത് സിംഗ് സംവാദ വേദിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക സംവാദം സംഘടിപ്പിച്ചു. പ്രഭാഷകനും എഴുത്തുകാരനുമായ പ്രകാശൻ കരിവെള്ളൂർ പുസ്തകാവതരണം നടത്തി. കരിവള്ളൂർ ഭഗത് സിംഗ് സംവാദവേദിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക സംവാദം സംഘടിപ്പിച്ചു. ഓണക്കുന്നിൽ നടന്ന പുസ്തക സംവാദത്തിൽ പ്രഭാഷകനും എഴുത്തുകാരനുമായ പ്രകാശൻ കരിവള്ളൂർ പുസ്തകാവതരണം നടത്തി. EMSന്റെ മതനിരപേക്ഷതയുടെ പ്രശ്നങ്ങൾ എന്ന പുസ്തകമാണ് സംവാദത്തിനെടുത്തത്. മുരളീധരൻ കരിവള്ളൂർ ചടങ്ങിൽ അധ്യക്ഷനായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കുന്നരു നീലകരിച്ചാൽ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ നെൽകൃഷി നടിയിൽ ഉദ്ഘാടനവും ഡോക്ടറേറ്റ് നേടിയ രാമന്തളി കൃഷി ഓഫീസർ ഡോക്ടർ നമിത രഘുനാഥനുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ ഉദ്ഘാടനം ചെയ്തു. കുന്നരു നീലകരിച്ചാൽ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ നെൽകൃഷി നടിയിൽ ഉദ്ഘാടനവും കേരള സർവകലാശാല വെള്ളായണി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷനിൽ PhD നേടിയ രാമന്തളി കൃഷി ഓഫീസർ നമിത രഘുനാഥിനുള്ള ഉപഹാര സമർപ്പണവും നടന്നു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു.
ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MV ദീപു, വി പ്രമോദ്, BV ഉണ്ണികൃഷ്ണൻ, KPV കണ്ണൻ, അശോകൻ PP, A ബാലൻ, പണ്ണേരി രമേശൻ, K ബാലൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് പായസ വിതരണവും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രോഗബാധ തടയാൻ നടപടിയെടുക്കേണ്ട ആതുരാലയ പരിസരത്ത് രോഗഭീതി പരത്തി മാലിന്യ കൂമ്പാരം. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരമാണ് മാലിന്യ കേന്ദ്രമായത്. രോഗഭീതിയിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. കനത്ത മഴയിൽ വീട് തകർന്നു. മടക്കര 6-ാം വാർഡിൽ ഡാമിന് സമീപത്തെ നിരിച്ചൻ സുലോചനയുടെ ഓടുമേഞ്ഞ വീടാണ് പൂർണ്ണമായും തകർന്നത്. പെരുവഴിയിലായി ഇതോടെ നിർധന കുടുംബം. കണ്ണൂർ കൊട്ടിയൂരിൽ ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ രക്ഷപ്പെടുത്തി. ശനിയാഴ്ച ഉച്ചയ്ക്കാണ് കുളിക്കുന്നതിനിടെ കുട്ടി അപകടത്തിൽപ്പെട്ടത്. അച്ഛന്റെ കൂടെ കുളിക്കാനിറങ്ങിയ കുട്ടിയെ രക്ഷപ്പെടുത്തിയത് പിലാത്തറ സ്വദേശികളായ യുവാക്കൾ. തൃക്കരിപ്പൂരിലെ കലാസാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായ കക്കുന്നം പത്മനാഭൻ പണിക്കർക്ക് ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരം. കലാസാംസ്കാരിക ആധ്യാത്മീയ രംഗങ്ങളിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ദേശീയ അംഗീകാരം ലഭിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.